അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു ദിക്റ് പരിചയപ്പെടുത്തി തരാം. വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. ഇതിൽ പറയും പോലെ തന്നെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഫലം ഉറപ്പാണ്. ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ചൊല്ലി ഏതാനും മണിക്കൂർ കഴിയുമ്പോഴേക്കന്നെ നിങ്ങൾക്ക് ഫലം കിട്ടും. അത്രക്ക് പവറുള്ള ഒരു ദിക്റാണ്. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും. നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടാവും എന്തെങ്കിലും സാധിപ്പിച്ചെടുക്കാനും, അതുപോലെ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടും, അതുപോലെ കച്ചവടത്തിൽ ബറക്കത്തില്ലായ്മ, അല്ലെങ്കിൽ സാലറി എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വേട്ടയാടുന്നുണ്ടാവും. എന്തുമാവട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്തായിക്കോട്ടെ, അത് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. ദുആ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം നമുക്ക് വേണ്ടത് എല്ലാത്തിനും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫലം ഉറപ്പായിട്ടും അള്ളാഹു തരും എന്ന ഉറച്ച വിശ്വാസം വേണം. എന്നിട്ട് നിങ്ങൾ രാത്രി സമയങ്ങളിൽ എല്ലാവരും ഉറങ്ങിയ ആ ഒരു സമയത്ത് എണീറ്റിട്ട് നിങ്ങൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. എന്നിട്ട് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക. എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം അത് നിങ്ങൾ നിയ്യത്ത് വെക്കുക. എന്നിട്ട് ഹാജത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ശേഷം നിങ്ങൾ 100 ഇസ്തിഗ്ഫാർ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ആദ്യം നിങ്ങളുടെ പാപമോചനം ചെയ്യുക. ചിലർക്ക് സംശയമുണ്ടാവും, ഒരുപാട് ദുആ ചെയ്തു എന്നിട്ടും എൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാ എന്ന്. നമ്മൾ ചെയ്തു പോയ എന്തെങ്കിലും തെറ്റ് കാരണമാണെങ്കിലോ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കാത്തത്. അതിനായിട്ട് നമ്മൾ ഒരു ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളോട് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചിട്ട് പാപമോചനം ചെയ്യുക. എന്നാലും നമ്മുടെ തെറ്റൊക്കെ മായ്ഞ്ഞു കിട്ടും. എന്നിട്ട് ശേഷം നിങ്ങൾ നബിയുടെ ഹദറത്തിലേക്ക് ഒരു 33 13 നിങ്ങൾക്ക് കഴിയുന്നത്ര സലാത്ത് ചൊല്ലുക. എന്നിട്ട് ശേഷം നിങ്ങൾ 313 ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഒരു ദിക്റ് നിങ്ങൾ ഒറ്റക്ക് ഇരുന്ന്, ആരുമില്ലാത്ത ആ ഒരു സമയത്ത് ഇരുന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ചൊല്ലിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് അള്ളാഹുവിനോട് കൈ 2 മുകളിലോട്ട് ഉയർത്തിയിട്ട് മനമുരുകി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾ എന്താണോ ദുആ ചെയ്തത് അതിൻ്റെ വഴി അള്ളാഹു തുറന്നു തരും. ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാം. നിങ്ങൾ രാത്രിയിൽ ചെയ്യുകയാണെങ്കിൽ പകലാവുമ്പോഴേക്കന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു സമാധാനം കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ എന്താണോ നല്ലൊരു വഴി അത് അള്ളാഹു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തുറന്നു തരും. എന്തെങ്കിലും രോഗമാണെങ്കിൽ അള്ളാഹു ശിഫ തരും. അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കാനും സാലറി വർദ്ധിക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പിറ്റേന്ന് തന്നെ പകലിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള തക്കതായ ഫലം അള്ളാഹു കാണിച്ചു തരും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുആ അള്ളാഹു ഉറപ്പായിട്ടും സ്വീകരിക്കും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റിന് വളരെ പ്രയോജനമായ ഒരു ദിക്റാണ് എന്ന് മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളിലുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ഒരു വട്ടം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പടച്ച റബ്ബ് അതിനുള്ള വഴി തുറന്നു തരും ഇൻഷാ അല്ലാഹ്. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ നല്ല നല്ല ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് തന്നെ കിട്ടും.